ലോകത്തിലെ തന്നെ ഏറ്റവും ബോറിംഗ് പ്രൊഡക്റ്റായ പച്ചവെള്ളം മാത്രം വിറ്റ് ബില്യണറായ ഒരാളെ പരിചയപ്പെട്ടാലോ? ഞാൻ പറയാൻ പോകുന്നത് ഫിജി, അക്വാഫിന, ബിസ്ലറി പോലെയുള്ള മിനറൽ വാട്ടർ കമ്പനിയുടെ കഥയല്ല കേട്ടോ. പച്ചവെള്ളത്തിന് മാത്രം ഒരു പ്രോപ്പർ ബ്രാൻഡിംഗ് ഇല്ല എന്ന് മനസ്സിലാക്കി ആ പച്ചവെള്ളത്തെ പ്രോപ്പറായി റീബ്രാൻഡ് ചെയ്ത് വിറ്റ് കോടികൾ നേടിയ മൈക്ക് സിസേറിയയുടെ കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത്. വെൽക്കം ടു ക്യാപ്റ്റൻ ബ്രാൻഡ്. വർഷം 2009. റോക്ക് മ്യൂസിക് ഫെസ്റ്റിവലായ വാൻസ് റാപ്പ് ടൂറിന്റെ ബാക്ക് സ്റ്റേജ്. മൈക്ക് ക്രിയേറ്റീവ് ഡയറക്ടറായി വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് കിട്ടിയ പാസ് കൊണ്ടാണ് അയാൾ ആ മ്യൂസിക് ഫെസ്റ്റിവൽ കാണാൻ വന്നത്. ചെറുപ്പം മുതലേ മെറ്റൽ ആൻഡ് റോക്ക് മ്യൂസിക്കിനോട് താല്പര്യമുണ്ടായിരുന്ന ആളായിരുന്നു മൈക്ക്. നാളുകൾക്ക് മുന്നേ അയാൾ ചില റെസ്റ്റോറൻറ്റുകളിൽ ചെറിയ റോക്ക് മ്യൂസിക് ബാൻഡിലെ മെമ്പറായി ഇൻസ്ട്രുമെൻ്റ് ഒക്കെ വായിക്കാൻ പോകുമായിരുന്നു. അതുകൊണ്ട് തന്നെ മ്യൂസിക് ഫെസ്റ്റിവൽ കഴിഞ്ഞപ്പോൾ അതിലെ ആർട്ടിസ്റ്റുകളെ പരിചയപ്പെടാനും അവരോട് സംസാരിക്കാനും ഒക്കെ മൈക്കിന് തോന്നി. അവരോട് സംസാരിക്കുന്നതിനിടയിൽ ബാൻഡിലെ ഒരാൾ മൈക്കിന് കുടിക്കാൻ മോൺസ്റ്ററിൻ്റെ ഒരു എനർജി ഡ്രിങ്ക് കൊടുത്തു. പക്ഷേ വെജിറ്റേറിയനും ഹെൽത്ത് കോൺഷ്യസുമായ മൈക്ക് ഞാൻ ഈ വക ഡ്രിങ്ക്സ് ഒന്നും കുടിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ബാൻഡിലെ മറ്റൊരു വ്യക്തി പറഞ്ഞു, ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനമല്ല, കുടിച്ചു നോക്ക്. മൈക്ക് ആ ക്യാൻ മേടിച്ചു നോക്കി. മോൺസ്റ്റർ ക്യാൻ തന്നെ, അതും പൊട്ടിക്കാത്തത്. അവനത് പൊട്ടിച്ചു കുടിച്ചു നോക്കി. അവൻ അത്ഭുതത്തോടെ ചോദിച്ചു, പച്ചവെള്ളമോ? ഇതെങ്ങനെ? അതിന് മറുപടിയായി അവർ പറഞ്ഞത് ഇതായിരുന്നു, ഞങ്ങളുടെ ബാൻഡിൻ്റെ ഒഫീഷ്യൽ സ്പോൺസർ മോൺസ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ പരിപാടിയുടെ ഇടയ്ക്ക് അവരുടെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുകയും ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയും ചെയ്യണം. എന്നാലേ അത് അവരുടെ മാർക്കറ്റിംഗ് ആകും. പക്ഷേ ഈ ചൂട് സമയത്ത് എനർജി ഡ്രിങ്ക് കുടിച്ചുകൊണ്ട് മണിക്കൂറുകൾ നിന്ന് ഇൻസ്ട്രുമെൻറ്റ് പ്ലേ ചെയ്യാനും പാടാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മോൺസ്റ്റർ കമ്പനി തന്നെ ഞങ്ങൾക്ക് വേണ്ടി അവരുടെ ക്യാനിൽ വെള്ളം ഫിൽ ചെയ്തു തരുന്നതാണിത്. ഇതാണെങ്കിൽ വെളിയിൽ മേടിക്കാനും കിട്ടില്ല. അപ്പോൾ മൈക്ക് ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഇതിൽ വെറും പച്ചവെള്ളം നിറച്ചാൽ പോരെ? അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെ ചെയ്യുന്നവരുമുണ്ട്. നിങ്ങളൊരു കൺസേർട്ടിലൊക്കെ പോയാൽ റെഡ് ബുൾ അല്ലെങ്കിൽ മോൺസ്റ്റർ ഒക്കെ ഓരോരുത്തർ കുടിക്കുന്നത് കാണും. പക്ഷേ പലരും അതിൽ വെള്ളം നിറച്ച് കുടിക്കുന്നവരാണ്. കാരണം മിനറൽ വാട്ടർ ബോട്ടിൽ വളരെ ബോറിംഗ് ആണ്. ഇതാകുമ്പോൾ കാണുന്നവർ റെഡ് ബുൾ ആണെന്ന് വിചാരിക്കുകയും ചെയ്യും, വിച്ച് ലുക്സ് ആൻഡ് മേക്ക് ദം ഫീൽ കൂൾ. ഇത് ശരിക്കും മൈക്കിൻ്റെ ഉള്ളിൽ ഒരു സ്പാർക്ക് ഇട്ടു. വളരെ നല്ലൊരു ഐഡിയ ആണല്ലോ. എല്ലാവർക്കും മറ്റുള്ളവരുടെ മുന്നിൽ തങ്ങൾ കൂളാണെന്ന് കാണിക്കാനാണ് ഇഷ്ടം. പക്ഷേ നിലവിൽ മിനറൽ വാട്ടർ ബോട്ടിലെല്ലാം ഒരേപോലെയാണ്, വളരെ ബോറിംഗ്. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ചീപ്പ് ലുക്കും. വെള്ളത്തിനാണെങ്കിൽ പ്രോപ്പറായ ഒരു ബ്രാൻഡിങ് പോലുമില്ല. അവൻ പിന്നീട് നടത്തിയ റിസർച്ചിൽ ഈ അറിഞ്ഞ വിവരങ്ങളൊക്കെ ശരിയാണെന്ന് മനസ്സിലായി. ഇതുപോലെ ഒരുപാട് പോപ്പ് ബാൻഡ്സ് ഉണ്ടാകും, വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കുന്ന, എന്നാൽ അത് അവരുടെ ഇമേജിന് നല്ലതല്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ. അവർക്ക് വേണ്ടി ഒരു വെള്ളത്തിന്റെ ബ്രാൻഡ് ഉണ്ടാക്കാമെന്ന് അവൻ തീരുമാനിക്കുന്നു. തൻ്റെ ഈ ഐഡിയ അവൻ തൻ്റെ സുഹൃത്തുക്കളോട് സംസാരിച്ചു. കമ്പനിക്ക് അവൻ പല പേരുകൾ ഇട്ടു നോക്കി. ഒന്നും അങ്ങ് ശരിയായി വരുന്നില്ല. സദേൺ തണ്ടർ എന്നായിരുന്നു ആദ്യം അവർ തീരുമാനിച്ച പേര്. പിന്നീട് അത് മാറ്റി 2017 മൈക്ക് തൻ്റെ കമ്പനിയുടെ പേര് ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തു. പക്ഷേ ആ പേര് പലരും വേണ്ട എന്ന് പറഞ്ഞു. കാരണം അങ്ങനെ ഒരു പേര് ശരിക്കും പ്രൊഡക്റ്റിനെ ബാധിക്കുമെന്നും ആരും തന്നെ ഈ വെള്ളം വാങ്ങില്ല എന്നുമായിരുന്നു അവരുടെ വാദം. പക്ഷേ നെറ്റ്ഫ്ലിക്സിന്റെ ഫോർമർ ഡയറക്ടർ ആയിരുന്ന മൈക്കിന് തന്റെ മാർക്കറ്റിംഗ് സ്കിൽസിൽ അതിയായ വിശ്വാസമുണ്ടായിരുന്നു. അവൻ എല്ലാവരുടെ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് തന്റെ കമ്പനിയെ ലിക്വിഡ് ഡെത്ത് എന്ന് വിളിച്ചു. കമ്പനി സ്ലോഗനായി മർഡർ യുവർ തേഴ്സ്റ്റ് എന്നെഴുതി. പ്ലാസ്റ്റിക് കുപ്പികളോട് വിട പറഞ്ഞു മെറ്റൽ ക്യാനുകളിൽ കൂൾ ആൻഡ് പ്രീമിയം ഫീലിൽ അവൻ തന്റെ വെള്ളത്തിനെ പാക്ക് ചെയ്തു. റിയൽ പ്രോഡക്റ്റ് ഇറങ്ങും മുന്നേ തന്നെ അവൻ തൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഒരു 3D റെൻഡറിംഗ് ഉണ്ടാക്കി. ആ റെൻഡറിംഗ് വെച്ച് 2 മിനിറ്റ് ആഡ് ക്രിയേറ്റ് ചെയ്തു. ആ ആഡ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പബ്ലിഷ് ചെയ്തു. ആഡ് 1 ഹിറ്റായി. മില്യൺസ് ഓഫ് വ്യൂസ്, 10,000 ഫോളോവേഴ്സ്. എല്ലാവർക്കും അറിയേണ്ടതൊന്നും, ഇത് എവിടെ മേടിക്കാൻ കിട്ടും? പ്രൊഡക്റ്റ് ആണെങ്കിൽ 1 ഹിറ്റായി. ആദ്യമൊക്കെ പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് ആൻഡ് പാക്കേജിംഗ് ഒക്കെ ഓസ്ട്രേലിയയിലായിരുന്നു ചെയ്തിരുന്നത്. ജെൻസി കിഡ്സ് ഒക്കെ ഈ ബ്രാൻഡിനെ നെഞ്ചിലേറ്റി. ലിക്വിഡ് ഡെത്ത് കുടിക്കുന്നത് ഒരു അഭിമാനകരമായ കാര്യമായി അവർ കരുതി. മദ്യപിക്കാത്തവർ പബ്ബിലും കൺസേർട്ടിലുമൊക്കെ വെള്ളത്തിന് പകരം ലിക്വിഡ് ഡെത്ത് കൂടെ കരുതാൻ തുടങ്ങി. ബിക്കോസ് അത് വെറും ഒരു വെള്ളമായിരുന്നില്ല, ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. 2019 ജനുവരി ആയപ്പോഴേക്കും $1.6 മില്യൺ സീഡ് ഫണ്ടിങ് അവർക്ക് കിട്ടി. 2020 ആയപ്പോഴേക്കും ഏറ്റവും വേഗത്തിൽ ചെലവാകുന്ന വെള്ള കമ്പനികളിലൊന്നായി ലിക്വിഡ് ഡെത്ത് മാറി. ലോസ് ഏഞ്ചൽസ്, സാന്റിയാഗോ എന്നിവിടങ്ങളിൽ മാത്രം 200ഓളം 7-Eleven സ്റ്റോറുകളിൽ ലിക്വിഡ് ഡെത്ത് വിൽപ്പന തുടങ്ങി. പല നാഷണൽ കൺസേർട്ടുകളിൽ പോലും ലിക്വിഡ് ഡെത്ത് ഇടം പിടിച്ചു. 2021 $45 മില്യൺ, 2022 $130 മില്യൺ സെയിൽസിൽ നിന്ന് മാത്രം ലിക്വിഡ് ഡെത്ത് നേടി. ഇതിനു പുറമെ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിംഗ് കൂടി ആയപ്പോൾ 2022 ബ്രാൻഡ് നെറ്റ്വർത്ത് 700 മില്യണും 2024 മാർച്ചിൽ ലഭിച്ച അടുത്ത ഇൻവെസ്റ്റ്മെന്റ് കൂടി ആയപ്പോൾ അവരുടെ മൂല്യം $1.4 ബില്യൺ ഉയർന്നു. ഏകദേശം 9,000 കോടി രൂപ. അതും വെറും പച്ചവെള്ളം ക്യാനിലാക്കി വിറ്റ് നേടിയത്. ഇന്ന് ലിക്വിഡ് ഡെത്ത് പല ഫ്ലേവറുകളിൽ ലഭ്യമാണ്. ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ഒക്കെ യൂസ് ചെയ്യാതെ നാച്ചുറൽ ഫ്ലേവേഴ്സ് മാത്രമാണ് അവർ യൂസ് ചെയ്യുന്നതെന്നാണ് ബ്രാൻഡിന്റെ ക്ലെയിം. ലിക്വിഡ് ഡെത്തിനെ വേറിട്ട് നിർത്തുന്നത് അവരുടെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ആണ്. വളരെ ക്രിയേറ്റീവായ രീതിയിലുള്ള പരസ്യങ്ങൾ തന്നെയാണ് അവരുടെ വിജയം. ആളുകളെ എൻഗേജ്ഡ് ആക്കിയിരിക്കുകയും ലിക്വിഡ് ഡെത്ത് കുടിക്കുന്നത് നിങ്ങളെ കൂൾ ആക്കുകയും ചെയ്യുമെന്ന മെസ്സേജാണ് അവരുടെ മിക്ക ആഡ്സിലും അവർ കാണിക്കുന്നത്. ഹെയ്റ്റ് കമന്റ്സ് വെച്ച് തന്നെ അവർ ഒരു ആഡ് ചെയ്യുകയുണ്ടായി. ഇങ്ങനെ ഒരു ബ്രാൻഡിനെ കുറിച്ച് ഇതിനു മുന്നേ നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
ഷെയർ യുവർ ആൻസേഴ്സ് ഇൻ ദ കോമൻറ്റ്സ്. കേട്ടിട്ടില്ലെങ്കിൽ പ്ലീസ് ലൈക്ക് ദ വീഡിയോ, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും മറ്റൊരു കഥയുമായി കാണും വരെ ബൈ ബൈ ഫ്രം ക്യാപ്റ്റൻ ബ്രാൻഡ്.